നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഫോക്കസ് ബ്ലോക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ക്ഷീരകർഷക അവാർഡ് വിതരണവും തൊടുപുഴയിൽ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. സംസ്ഥാനത്തെ ക്ഷീരകർഷകർക്ക് സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കാൻ കേരള ബാങ്കുമായി ചേർന്ന് വായ്പ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി. പരുന്തുംപാറയിലെ അനധികൃത കയ്യേറ്റ ഭൂമിയിൽ BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് സന്ദർശനം നടത്തി. പരുന്തുംപാറയിലെ അനധികൃത കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിക്കണമെന്ന് VC വർഗീസ്. മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള കയ്യേറ്റത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യം. 2 കിലോയിലധികം കഞ്ചാവുമായി 19കാരൻ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘത്തിന്റെ പിടിയിലായത് രാജാക്കാട് സ്വദേശി അഭിനന്ദ്. യുവാവിന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്തത് 2 കിലോ 50 ഗ്രാം കഞ്ചാവ്. ഭിന്നശേഷി കുട്ടികൾക്കായി അടിമാലിയിൽ പണികഴിപ്പിച്ച ഓട്ടിസം സെന്ററിന്റെ പുതിയ കെട്ടിടം തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്ന ആവശ്യം ശക്തം. പുതിയ കെട്ടിടം നിർമ്മിച്ചത് അടിമാലി VRCക്ക് കീഴിലുള്ള ഓട്ടിസം സെന്ററിന്റെ ഭാഗമായി. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും വയറിംഗ് ജോലികളടക്കം പൂർത്തീകരിച്ച കെട്ടിടം തുറന്ന് പ്രവർത്തിപ്പിക്കുന്നത് വൈകുന്നു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ ക്ഷീരകർഷകർക്ക് സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കാൻ കേരള ബാങ്കുമായി ചേർന്ന് വായ്പ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. ഫോക്കസ് ബ്ലോക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ക്ഷീരകർഷക അവാർഡ് വിതരണവും തൊടുപുഴയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാൽ ഉൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ ക്ഷീരവികസന വകുപ്പ് നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ ക്ഷീരകർഷകർക്കും സബ്സിഡി ആനുകൂല്യം ലഭിക്കാൻ വരുമാന പരിധി ഒഴിവാക്കുന്നത് പരിഗണിക്കും. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫോക്കസ് ബ്ലോക്ക് പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 50 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ജില്ലയിൽ നിന്ന് ഇളംദേശം, അടിമാലി, കട്ടപ്പന, വാത്തിക്കുടി, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പിലാക്കുക. പാലുൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ ക്ഷീരവികസന വകുപ്പ് നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. പലപ്പോഴും ഒട്ടേറെ ആൾക്കാർ പറയുന്നു ക്ഷീരകർഷകർ പലരും ഈ മേഖലയിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്നുള്ളത്. ഒരുപക്ഷെ തീറ്റയുടെ വില കുറച്ച് കൂടുതലാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് നല്ലതുപോലെ അറിയാം. നമ്മുടെ കേരളത്തിൽ തീറ്റ നമുക്ക് കൂടുതൽ ഉത്പാദിപ്പിക്കുവാൻ പറ്റാത്തൊരവസ്ഥയാണ്. സ്ഥല സൗകര്യമില്ല. നമ്മുടെ പ്രിയപ്പെട്ട MLA ചില സ്ഥലം ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇവിടുത്തെ ജില്ലാ ഓഫീസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ഥാപനത്തെ സമീപിക്കുവാൻ ഒക്കുമെങ്കിൽ കുടുംബശ്രീ കൊണ്ട്, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ഷീരസംഘങ്ങൾ വളരെ സമൃദ്ധമായ നിലയിൽ നിങ്ങൾ പാലൊക്കെ കൂടുതൽ എടുക്കുന്ന ക്ഷീരസംഘങ്ങളുണ്ട്. അത്തരത്തിലുള്ള ക്ഷീരസംഘങ്ങൾ നമ്മുടെ ഈ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ അവിടെ കൃഷി ചെയ്യാനുള്ള സംവിധാനം ഇന്ന് ചെയ്യണം. ഏറ്റവും കൂടുതൽ സങ്കര ഇനം പശുക്കളെ വളർത്തുന്ന സംസ്ഥാനം കേരളമാണ്. തനത് പശുക്കളുടെ പാലിന് വലിയ തോതിൽ ആവശ്യമുയർന്നിട്ടുണ്ട്. ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2024-25 ക്ഷീരസഹകാരി അവാർഡ്, ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ്, മികച്ച ക്ഷീരകർഷകർക്കുള്ള ക്ഷീരകർഷക ക്ഷേമനിധി അവാർഡ്, ക്ഷീരസംഘം ജീവനക്കാർക്കുള്ള അവാർഡ് എന്നിവ മന്ത്രി വിതരണം ചെയ്തു. പീരുമേട് MLA വാഴൂർ സോമൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചോ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻസി തോമസ്, അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ്, ക്ഷീരകർഷക ക്ഷേമനിധി ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ, എറണാകുളം മേഖല ക്ഷീരോത്പാദക സഹകരണ സംഘം ചെയർമാൻ വത്സരൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. പരുന്തുംപാറയിലെ അനധികൃത കയ്യേറ്റമെല്ലാം പൂർണ്ണമായി ഒഴിപ്പിക്കണമെന്ന് BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്. നേതാക്കൾക്കൊപ്പം പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള കയ്യേറ്റത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണമെന്നും VC വർഗീസ് പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ യാതൊരുവിധ കയ്യേറ്റങ്ങളെയും BJP സംരക്ഷിക്കില്ല. പതിറ്റാണ്ടുകളായി കർഷകന്റെ കൈവശമെത്തിക്കുന്ന ഭൂമി കയ്യേറ്റത്തിന്റെ പേര് പറഞ്ഞ് ഒഴിപ്പിക്കുവാനും അനുവദിക്കില്ല. മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള കയ്യേറ്റത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണം. 20 അടി ഉയരമുള്ള കുരിശ് ഒരു ദിവസം കൊണ്ട് മുളച്ചു വന്നതല്ല, ദിവസങ്ങളെടുത്ത് നിർമ്മിച്ചതാണ്. ഇതിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെയും അത് നിർമ്മിച്ച കയ്യേറ്റക്കാരനെതിരെയും നടപടി വേണമെന്നും VC വർഗീസ് ആവശ്യപ്പെട്ടു. ഇടുക്കി ജില്ലയിൽ ഒരുപക്ഷെ പരുന്തുംപാറ മാത്രമല്ല, വാഗമണിലെയും കയ്യേറ്റങ്ങൾക്ക് ഈ ഇരു മുന്നണികളുടെയും ഭരിക്കുന്ന രണ്ട് പാർട്ടികൾ, അത് CPM ഉം CPI യും
ഒരുപോലെ അതിനെ ഒത്താശ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ കയ്യേറ്റങ്ങളും നിർമ്മാണങ്ങളും നടന്നിട്ടുള്ളത്. അല്ലാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയാര് ഇപ്പം നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിലെ ഓരോ വാർത്താ മാധ്യമങ്ങളിലും വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ CPM കുറ്റം പറയുന്നു, CPM CPI കുറ്റം പറയുന്നു. ഇത് ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് UDFൻ്റെ ആൾക്കാരുടെയും ഒത്താശയോട് കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കയ്യേറ്റക്കാരാരാണേലും അവരെ ഒഴിവാക്കേണ്ടത്, അവരുടെ നിർമ്മാണങ്ങളുടെ മേൽ സർക്കാരിൻ്റെ ശ്രദ്ധ വരേണ്ടതും അത് ഒഴിവാക്കേണ്ടതും അത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ജില്ലാ കളക്ടർ പുനർപരിശോധിക്കണം. കളക്ടറുടെ നടപടി സാധാരണക്കാരുടെ ജീവിതത്തെ സാരമായി ബാധിച്ചു. റവന്യൂ ഭൂമിയിലും വനഭൂമിയിലും കയ്യേറ്റം നടത്തുന്നതിൽ വകുപ്പ് തലത്തിലെ ചില അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ പിന്തുണയുണ്ട്. ഇത്തരക്കാർക്കെതിരെയും നടപടിയെടുക്കണം. സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണയും കയ്യേറ്റക്കാർക്കുണ്ട്. ഇവരുടെ തണലിലാണ് ജില്ലയിലെ എല്ലാ കയ്യേറ്റങ്ങളും നടക്കുന്നതെന്നും VC വർഗീസ് ആരോപിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് C സന്തോഷ് കുമാർ, യുവമോർച്ച ജില്ലാ മുൻ സെക്രട്ടറി സ്റ്റാലിൻ എന്നിവരും VC വർഗീസിനൊപ്പം പരുന്തുംപാറയിൽ സന്ദർശനം നടത്തി. 2 കിലോയിലധികം കഞ്ചാവുമായി 19കാരൻ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘത്തിന്റെ പിടിയിൽ. രാജാക്കാട് സ്വദേശി അഭിനന്ദാണ് പിടിയിലായത്. യുവാവിന്റെ പക്കൽ നിന്നും 2 കിലോ 50 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ മനൂപ് VPയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് 2 കിലോയിലധികം കഞ്ചാവുമായി 19കാരനെ പിടികൂടിയത്. രാജാക്കാട് സ്വദേശി അഭിനന്ദാണ് പിടിയിലായത്. യുവാവിന്റെ പക്കൽ നിന്നും 2 കിലോ 50 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. അയൽ സംസ്ഥാന തൊഴിലാളികൾ പെരുമ്പാവൂരിൽ എത്തിച്ചു നൽകുന്ന കഞ്ചാവ് വാങ്ങി രാജാക്കാട് മേഖലയിൽ ചില്ലറ വിൽപ്പന നടത്തുകയാണ് പ്രതിയുടെ രീതിയെന്നാണ് നാർക്കോട്ടിക് സംഘം നൽകുന്ന വിവരം. പെരുമ്പാവൂരിൽ നിന്ന് രാജാക്കാട്ടിലേക്ക് വരുന്ന വഴിമധ്യേ അടിമാലി ഇരുമ്പുപാലത്തിന് സമീപം വെച്ചാണ് ഇയാൾ പിടിയിലായത്. കഞ്ചാവ് കടത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച സ്കൂട്ടറും പിടിച്ചെടുത്തു. കഴിഞ്ഞ കുറച്ചു നാളുകളായി യുവാവ് നാർക്കോട്ടിക് സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അഷ്റഫ് KM, ദിലീപ് NK, പ്രിവന്റീവ് ഓഫീസർ ബിജു മാത്യു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അബ്ദുൽ ലത്തീഫ്, മുഹമ്മദ് ഷാൻ, ബിബിൻ ജെയിംസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വണ്ടിപ്പെരിയാർ 63 മൈലിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ മോഷണ ശ്രമം. കൊട്ടാരത്തിൽ ആൻസി തോമസിന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. വീട്ടിലെ മുഴുവൻ കതകുകളും അലമാരകളും മോഷ്ടാവ് കുത്തിത്തുറന്നു. 63 മൈൽ സ്വദേശി കൊട്ടാരത്തിൽ ആൻസി തോമസിന്റെ വീടിനുള്ളിലാണ് മോഷണ ശ്രമം നടന്നത്. വീട്ടിലെ മുഴുവൻ കതകുകളും അലമാരിയും മോഷ്ടാവ് കുത്തിത്തുറന്നു. ഇവിടുത്തെ പറമ്പിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് വീട് കുത്തിത്തുറന്ന നിലയിൽ കണ്ടത്. തുടർന്ന് വീടും സ്ഥലവും നോക്കാൻ ഏൽപ്പിച്ചിരുന്ന കൊച്ചുപുരയ്ക്കൽ ഈപ്പച്ചനെ വിവരമറിയിക്കുകയായിരുന്നു. ഇയാൾ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഓട്, ചെമ്പ് തുടങ്ങിയ വിലപിടിപ്പുള്ള പാത്രങ്ങളൊന്നും മോഷണം പോയിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ വീടാണ്. ഒരു ബാംഗ്ലൂരിലാണ് താമസം. അവർ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. കഴിഞ്ഞ് 2-3 ദിവസം എന്നാണെന്ന് അറിയത്തില്ല. ഇന്ന് രാവിലെ എന്റെ തൊഴിലാളികൾ ഇവിടെ വന്നു കഴിഞ്ഞ് അന്വേഷിച്ചപ്പോഴാണ് ഇത് വീട് കുത്തി തുറന്നിട്ടിരിക്കുന്നത് കാണുന്നത്, എന്നെ അറിയിക്കുന്നത്. ഞാൻ പെട്ടെന്ന് വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസും പാർട്ടിയെല്ലാം വന്ന അന്വേഷണത്തിൽ എൻ്റെ അകത്തൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വീട് മൊത്തം കുത്തി തുറന്നിട്ടിരിക്കുകയോ വേറെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വീട് കുത്തിത്തുറക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് കമ്പിയും സ്ക്രൂ ഡ്രൈവറും പറമ്പിൽ നിന്നും കണ്ടെത്തി. വീട്ടുടമ കഴിഞ്ഞ കുറച്ചു നാളുകളായി ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഭിന്നശേഷി കുട്ടികൾക്കായി അടിമാലിയിൽ പണികഴിപ്പിച്ച ഓട്ടിസം സെന്ററിന്റെ പുതിയ കെട്ടിടം തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്ന ആവശ്യം ശക്തം. അടിമാലി BRCക്ക് കീഴിലുള്ള ഓട്ടിസം സെന്ററിന്റെ ഭാഗമായിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും വയറിംഗ് ജോലികളടക്കം പൂർത്തീകരിച്ച കെട്ടിടം തുറന്ന് പ്രവർത്തിപ്പിക്കുന്നത് വൈകുകയാണ്. ഭിന്നശേഷി കുട്ടികളുടെ സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തുടങ്ങി വിവിധ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിനായാണ് അടിമാലി സർക്കാർ ഹൈസ്കൂൾ മുറ്റത്ത് ഓട്ടിസം സെന്റർ പ്രവർത്തിക്കുന്നത്. അടിമാലി BRCക്ക് കീഴിൽ വരുന്ന വിവിധയിടങ്ങളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും കുട്ടികൾ ഈ സെന്ററിൽ എത്തുന്നു. സെന്റർ നിലവിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ സ്ഥലപരിമിതി കണക്കിലെടുത്തായിരുന്നു പഴയ കെട്ടിടത്തോട് ചേർന്ന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചതും 10 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് കെട്ടിടം പണി കഴിപ്പിച്ചതും. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും പുതിയതായി നിർമ്മിച്ച കെട്ടിടം പ്രവർത്തനക്ഷമമായിട്ടില്ലെന്നാണ് ആക്ഷേപം. ഭിന്നശേഷി കുട്ടികളുടെ സൗകര്യാർത്ഥം അവർക്ക് വേണ്ടി BRCക്ക് വേണ്ടിയിട്ട് അടിമാലിയിൽ 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഏതാണ്ട് 1 വർഷം കഴിയുകയാണ്. ഇതുവരെ അത് തുറന്നു കൊടുക്കുവാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറായിട്ടില്ല. ഇപ്പോഴും സ്പീച്ച് തെറാപ്പി ഉൾപ്പെടെയുള്ള നിരവധി സൗകര്യങ്ങൾ അടിമാലിയിൽ ഇടുങ്ങിയ സൗകര്യത്തിലാണ് ഈ കുട്ടികൾ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിപുലമായ വിശാലമായ ഏരിയ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബിൽഡിംഗ് ഇവിടെ അനുവദിച്ചതും നിർമ്മാണം പൂർത്തീകരിച്ചതും. നാളിതുവരെയായും ഇത് തുറന്നു കൊടുക്കാത്തതുകൊണ്ട് ഇപ്പോഴും ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണ് ഈ കുട്ടികൾ കഴിയുന്നത്. അതുകൊണ്ട് അടിയന്തരമായി
ഇത് തുറന്നു കൊടുത്ത് ഈ കുട്ടികൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിലേക്ക് എത്തിക്കണം എന്നാണ് നാട്ടുകാരുടെ ആഗ്രഹം. കെട്ടിടത്തിന്റെ വയറിംഗ് ജോലികളും വരാന്തയിൽ കൈവരികൾ സ്ഥാപിക്കുന്ന ജോലികളും അവശേഷിക്കുന്നു. 32ഓളം കുട്ടികളാണ് ഈ ഓട്ടിസം സെന്ററിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നത്. ദിവസവും 10-ലധികം കുട്ടികൾ സെന്ററിൽ എത്തുന്നു. കുട്ടികൾക്ക് വേണ്ടുന്ന പരിശീലനം നൽകുന്നതിനൊപ്പം പരിശീലനത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും സൂക്ഷിക്കേണ്ടതായുണ്ട്. നിലവിലുള്ള കെട്ടിടത്തിൽ ഇതിനൊക്കെയും സ്ഥലപരിമിതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പണി കഴിപ്പിച്ച പുതിയ കെട്ടിടം കൂടി വേഗത്തിൽ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. രാജാക്കാട് പഞ്ചായത്തിലെ അഴിമതി ED അന്വേഷിക്കണമെന്ന ആവശ്യവുമായി ഹിന്ദു ഐക്യവേദി. കോടികളുടെ അഴിമതിയാണ് പഞ്ചായത്തിൽ നടന്നിരിക്കുന്നതെന്നാണ് ആരോപണം. വിവരാവകാശത്തിന് കൃത്യമായ മറുപടി ലഭിക്കുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു. കേരള പഞ്ചായത്ത് രാജ് കെട്ടിട നിർമ്മാണ ചട്ടവും 2019 ബിൽഡിംഗ് റൂൾ ഭേദഗതി മാനദണ്ഡങ്ങളും പാലിക്കാതെ വാണിജ്യ ആവശ്യത്തിനുള്ള നിരവധി കെട്ടിടങ്ങൾക്ക് കെട്ടിട നമ്പർ ഇട്ടുകൊടുത്തതിലൂടെ വൻ സാമ്പത്തിക അഴിമതിയാണ് പഞ്ചായത്തിൽ നടന്നത്. കമ്മ്യൂണിറ്റി ഹാൾ, കൃഷിഭവൻ തുടങ്ങിയവ പ്രവർത്തിച്ചിരുന്ന പഞ്ചായത്ത് കെട്ടിടം പൊളിച്ചുമാറ്റിയിട്ട 4 വർഷം കഴിഞ്ഞു. 5 കോടി രൂപയാണ് പുതിയ കെട്ടിടത്തിന് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. കെട്ടിടം പൊളിച്ചുമാറ്റുന്നതിന് നിയമം അനുശാസിക്കുന്ന നിബന്ധനകൾ പാലിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം. പുതിയ കെട്ടിടം 1 വർഷം കൊണ്ട് പണി തീരേണ്ടതാണ്. ഇപ്പോൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് ലക്ഷങ്ങൾ വാടക ഇനത്തിൽ നഷ്ടം വരുത്തുന്നു. പൊളിച്ച കെട്ടിടത്തിന്റെ ഉരുപ്പടികൾ വിറ്റതിൽ നിയമലംഘനമുണ്ട്. പഞ്ചായത്തിന്റെ വാഹനം ഉപയോഗിച്ചതിന്റെ പേരിൽ വൻ തട്ടിപ്പാണ് നടന്നത്. വാഹനത്തിന്റെ ട്രിപ്പ് ഷീറ്റ് സൂക്ഷിക്കുന്നില്ലെന്നാണ് പറച്ചിൽ. ഇന്ധനം നിറച്ച ഇനത്തിലും മെയിന്റനൻസ് ഇനത്തിലും വൻ അഴിമതി നടന്നു. വിജിലൻസിന് പരാതി നൽകിയിട്ടും അന്വേഷിക്കാത്തതിനാലാണ് ED അന്വേഷിക്കണമെന്നാവശ്യപ്പെടുന്നതെന്ന് ഹിന്ദു ഐക്യവേദി ഉടുമ്പൻചോല താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഇതിനെ സംബന്ധിച്ചിടത്തോളം നടപടിയെടുക്കണമെന്ന് ഞങ്ങൾ വിജിലൻസിന് പരാതി കൊടുത്തിരുന്നു. പക്ഷേ വിജിലൻസ് യാതൊരു നടപടിയും അതിന് പേർക്ക് എടുത്തിട്ടില്ല. അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ പ്രധാനമായും ED അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുകൂടാതെ ഇവിടുത്തെ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള തട്ടിപ്പെന്ന് പറഞ്ഞാൽ വൻ തട്ടിപ്പായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ വിവരാവകാശ നിയമം അനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു മറുപടി വന്നത് എന്നാന്ന് വെച്ചിരുന്നാൽ, പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒരു മറുപടി വന്നത് എന്താണെന്ന് വെച്ചിരുന്നാൽ, അതിൻ്റെ ഈ ട്രിപ്പ് ഷീറ്റ് ഞങ്ങൾ സൂക്ഷിക്കുന്നില്ലെന്നാണ്. അപ്പം അത് ഞങ്ങൾ മനസ്സിലാക്കിയതെന്ന് പറയുന്നത് വളരെയധികം തട്ടിപ്പും വെട്ടിപ്പും ആ കാര്യത്തിൽ മാത്രം നടന്നിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഈ പഞ്ചായത്തിൽ നടന്ന കഴിഞ്ഞ 6 വർഷ കാലഘട്ടത്തെ എല്ലാ പ്രവൃത്തികളും ED അന്വേഷിച്ച് ശക്തമായ നടപടി എടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് AV രാജൻ, ജനറൽ സെക്രട്ടറി PR നകുലൻ, സെക്രട്ടറി MK സാബു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ 2025-26 വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു K. ജോൺ ബജറ്റ് അവതരിപ്പിച്ചു. മാലിന്യമുക്തം, സാമൂഹ്യക്ഷേമം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിട മേഖലകൾക്ക് ബജറ്റിൽ മുൻഗണന നൽകിയിട്ടുണ്ട്. ഹരിതകർമ്മസേന, മാലിന്യ നിർമ്മാർജ്ജനം, ലൈഫ് ഭവന പദ്ധതി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, കുട്ടികൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, യുവജനങ്ങൾ, വനിതകൾ, പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾ തുടങ്ങിയവരുടെ ക്ഷേമത്തിനും പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. 14,31,23,649 രൂപ വരവും 14,19,59,010 രൂപ ചെലവും 11,64,639 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു K. ജോൺ അവതരിപ്പിച്ചത്. 2,79,13,000 രൂപയാണ് 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള 2025-26 സാമ്പത്തിക വർഷത്തിൽ ഗ്രാമപഞ്ചായത്തിന് ലഭ്യമായ ഫണ്ടുകൾ. ഉൽപാദന മേഖല, സേവന മേഖല, പശ്ചാത്തല മേഖല, ശുചിത്വ, മാലിന്യ സംസ്കരണം, കുടിവെള്ളം, വയോജനങ്ങൾ, വനിതകൾ, ശിശുക്കൾ, ഭിന്നശേഷിക്കാർ, പട്ടികജാതി പട്ടികവർഗക്കാർ തുടങ്ങിയവർക്കായി വിനിയോഗിക്കേണ്ടതുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു. ചെമ്മണ്ണാറിൽ ഏലത്തോട്ടത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെമ്മണ്ണാർ പള്ളിക്കുന്ന് സ്വദേശി തടത്തിൽ പ്ലാക്കൽ ബിനുവാണ് മരിച്ചത്. നടപ്പാതയിൽ നിന്നും 20 അടിയോളം താഴ്ചയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വീട്ടിലേക്ക് പോകുന്ന വഴി ഏലത്തോട്ടത്തിലെ നടപ്പാതയിൽ നിന്ന് കാൽവഴുതി വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ഉടുമ്പൻചോല പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
കാൽ വഴുതി കിണറ്റിൽ വീണ 17-കാരൻ മരിച്ചു. അണക്കര ഉദയഗിരിമേട് കോട്ടക്കുഴിയിൽ ബിജുവിന്റെ മകൻ വിമലാണ് മരിച്ചത്. പുറ്റടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അപകടം നടന്നത്. അണക്കര കുങ്കിരിപ്പെട്ടിക്ക് സമീപം പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്ത് ഇറങ്ങുന്നതിനിടെ വീടിന് സമീപത്തെ ആൾമറയില്ലാത്ത കിണറ്റിൽ വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച INTUC വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. INTUC സംസ്ഥാന സെക്രട്ടറി PR അയ്യപ്പൻ ധർണ ഉദ്ഘാടനം ചെയ്തു. INTUC വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് കലയിഞ്ചർ സമരത്തിൽ അധ്യക്ഷനായിരുന്നു. INTUC സംസ്ഥാന സെക്രട്ടറി PR അയ്യപ്പൻ സമരം ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാരുടെ ദിവസവേതനം 700 രൂപയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ LDF സർക്കാർ വാഗ്ദാന ലംഘനം നടത്തി ആശാ വർക്കർമാരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. അവർക്ക് എല്ലാ തൊഴിലാളികൾക്കും ഏറ്റവും കുറഞ്ഞ കൂലി 700 രൂപയാക്കി മാറ്റി 21,000 രൂപ പ്രതിമാസം എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും കിട്ടുന്ന രീതിയിലുള്ള നിയമനിർമ്മാണം നടത്തി 700 രൂപ ദിവസക്കൂലി ഉറപ്പാക്കുമെന്നാണ് LDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്. വർഷം 9 ആദ്യത്തെ LDFന്റെ ഗവൺമെന്റ് 600 രൂപയെന്ന് പറഞ്ഞു. രണ്ടാമത് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് 700 രൂപയെന്ന് പറഞ്ഞു. 1 രൂപയുടെ വർധനവ് തൊഴിലാളികൾക്ക് ഈ സമൂഹത്തിൽ 24 മണിക്കൂർ നഷ്ടപ്പെടുന്ന 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ആശാ വർക്കർമാരെ പോലുള്ള ആളുകൾക്ക് 1 രൂപയുടെ വർധനവ് ഉണ്ടാക്കി കൊടുക്കുവാൻ കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. INTUC പീരിമേഡ് റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് KS സിദ്ദിഖ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി S ഗണേശൻ, മോട്ടോർ വാഹന തൊഴിലാളി യൂണിയൻ INTUC ജില്ലാ സെക്രട്ടറി രാജു ചെറിയാൻ, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം പ്രസിഡന്റുമാരായ രാജൻ കുഴുവൻമാക്കൽ, ബാബു ആന്റപ്പൻ, മഹിളാ കോൺഗ്രസ് വാളാടി മണ്ഡലം പ്രസിഡന്റ് പ്രിയങ്ക മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ സമരത്തിൽ പങ്കെടുത്തു. കിഴക്കൻ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന എഴുകുമ്പേൽ കുരിശുമലയിൽ വലിയ നോമ്പിലെ 2ാം വെള്ളിയാഴ്ച നിരവധി വിശ്വാസികളെത്തി. പുലർച്ചയ്ക്ക് മുൻപേ ആരംഭിച്ച വിശ്വാസികളുടെ മലകയറ്റം രാത്രി വൈകിയും തുടർന്നു. മലകയറ്റത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വെളിച്ചുയാനി ഇടവകയിൽ നിന്നുള്ള 100കണക്കിന് മാതൃദീപ്തി പ്രവർത്തകർ പ്രാർത്ഥനയോടെ പങ്കുചേർന്നു. കുരിശുമലയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോസ് ചെമ്മരപ്പള്ളിയിൽ, ഫാദർ ജിൻസ് കാരക്കാട്ട, ഫാദർ ജോസഫ് വട്ടപ്പാറ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നിത്യമായ പിതാവേ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം മരിച്ച അങ്ങയെ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമിതപ്പെടുകയും ചെയ്യണമേ. കുരിശുമലയിലെത്തിയ മുഴുവൻ തീർത്ഥാടകർക്കും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂശിത രൂപവും മിസേറിയ രൂപവും തിരുക്കല്ലറയും സന്ദർശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ഇടുക്കി രൂപതാതല കുരിശുമല തീർത്ഥാടനം രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിലിന്റെ നേതൃത്വത്തിൽ 40ാം വെള്ളിയാഴ്ച നടക്കും. കടുത്ത വേനലിൽ നാട്ടിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോൾ നിലവിലുള്ള കുടിവെള്ള സംവിധാനം താറുമാറാക്കി നാട്ടുകാരുടെ വെള്ളം കൂടി മുട്ടിച്ചിരിക്കുകയാണ് വാട്ടർ അതോറിറ്റി. കാഞ്ചിയാർ കോവിൽമല ഇല്ലിക്കമേട് നിവാസികളുടെ കുടിവെള്ളമാണ് വാട്ടർ അതോറിറ്റി അധികൃതരുടെ കെടുകാര്യസ്ഥതയിൽ മുടങ്ങിയത്. നിലവിൽ വലിയ തുക മുടക്കി ഇവർ പുറത്തുനിന്ന് കുടിവെള്ളം വീടുകളിൽ എത്തിക്കേണ്ട ഗതികേടിലാണ്. കാഞ്ചിയാർ പഞ്ചായത്തിലെ ആദിവാസി മേഖലയായ കോവിൽമല ഇല്ലിക്കമേട് നിവാസികളാണ് നിലവിൽ കടുത്ത കുടിവെള്ള പ്രതിസന്ധിയെ നേരിടുന്നത്. ഇവർക്ക് ഒരു പൊതു കുടിവെള്ള സംവിധാനം വർഷങ്ങളായി ഉണ്ടായിരുന്നു. ഇതിൽ നിന്നായിരുന്നു നാട്ടുകാർ ദൈനംദിനം വെള്ളം വീട്ടാവശ്യത്തിനും മറ്റുമായി എടുത്തിരുന്നത്. കഴിഞ്ഞ നാളിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഈ റോഡരികിൽ പൈപ്പുകൾ കുഴിച്ചിടുന്ന പ്രവർത്തനങ്ങൾ നടന്നു. ഈ സമയം നിലവിലുണ്ടായിരുന്ന കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ JCB ഉപയോഗിച്ച് മാറ്റിയ വേളയിൽ വിവിധയിടങ്ങളിൽ പൈപ്പുകൾ പൊട്ടി. കരാർ എടുത്തിരുന്നവർ തകർന്ന പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയതുമില്ല. ഇതോടെ പ്രദേശവാസികളുടെ കുടിവെള്ളം നാളുകളായി പ്രതിസന്ധിയിലാണ്. വേനൽ കടുത്തതോടെ മേഖലയിൽ കടുത്ത കുടിവെള്ളക്ഷാമമാണ് നിലവിൽ. ഈ സാഹചര്യത്തിൽ പുറത്തുനിന്നും കുടിവെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട ഗതികേടിലാണെന്ന് നാട്ടുകാർ പറയുന്നു. നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കിട്ടിക്കൊണ്ടിരുന്ന കുടിവെള്ളം ഇല്ലാണ്ടാക്കി അവർ പൊട്ടിച്ചിട്ടേച്ച് പോയി. അപ്പോൾ നിലവിൽ കുടിവെള്ളമില്ല. അപ്പോൾ കാശ് കൊടുത്ത് ഇറക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ കിടക്കാൻ തുടങ്ങിയിട്ട് ഇവരിപ്പം വന്നിട്ട് ഇപ്പോൾ 2 മാസം ആകുന്നുള്ളൂ. 2 മാസമായിട്ട് ഇപ്പോൾ വേനലാണല്ലോ, വെള്ളമില്ല, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ.
സാധാരണക്കാരും കൂലിപ്പണിക്കാരുമായ ആളുകളാണ് മേഖലയിൽ കൂടുതലായി അധിവസിക്കുന്നത്. ഇവരുടെ കുടുംബ ബജറ്റിനെ തന്നെ കുടിവെള്ളം വിലയ്ക്ക് വാങ്ങുന്നത് താളം തെറ്റിച്ചിരിക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. എന്നാൽ ഈ ജലജീവൻ മിഷന്റെ പദ്ധതിയിൽ നിന്നും ഏത് കാലത്ത് വെള്ളം ലഭിക്കുമെന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നിശ്ചയമില്ല, അതിൻ്റെ കോൺട്രാക്ടർക്കും നിശ്ചയമില്ല. എന്നാലും നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ കുടിവെള്ള പദ്ധതി ഇനിയിപ്പോൾ പ്രവർത്തിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. ഈ പ്രദേശത്തെ ആളുകൾ ഗ്രാമപഞ്ചായത്ത് മെമ്പറെയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചെങ്കിലും ഈ തകരാറിലായ പൈപ്പുകൾ പുനഃസ്ഥാപിച്ചതിന് ശേഷമേ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് അവർ ഈ ജനങ്ങളെ പറ്റിച്ച് അവരിവിടെ നിന്ന് തടിതപ്പുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോഴിവിടെയുള്ള നൂറുകണക്കിന് ആദിവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കുടിവെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പം വിലയ്ക്ക് വാങ്ങണമെങ്കിൽ 1000 ലിറ്ററിന് അല്ല 1500 ലിറ്ററിന് 600-700 രൂപ നൽകണം. ഇപ്പോൾ പ്രദേശത്ത് പണികളില്ല, കൂലിപ്പണി ചെയ്ത് നിത്യവൃത്തി ചെയ്യുന്ന ആളുകളാണ് പ്രദേശത്തുള്ളത്. എന്നാൽ അവർക്ക് പണിയില്ലാത്തത് കൊണ്ട് കുടിവെള്ളം മേടിക്കണമെങ്കിൽ യാതൊരു മാർഗ്ഗമില്ല. എന്നാൽ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പൈപ്പുകൾ പുനഃസ്ഥാപിച്ച് ആ കുടിവെള്ള പദ്ധതി പൂർവ്വാവസ്ഥയിലാക്കണമെന്നാണ് പ്രദേശവാസികൾക്ക് വേണ്ടി പറയുകയാണത്. കാഞ്ചിയാർ പഞ്ചായത്തിലെ 1-ാം വാർഡ് ഉൾപ്പെട്ട കോവിൽമല, രാജപുരം, സ്കൂൾ കവല, പാമ്പാടിക്കുഴി എന്നിവിടങ്ങളിലേക്കും ഈ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വെള്ളം എത്തിക്കുന്നതാണ്. ജൽജീവൻ മിഷന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന വേളയിൽ നാട്ടുകാർ പൈപ്പുകൾ പൊട്ടിയ വിവരം കരാറുകാരനെ അറിയിക്കുകയും ചെയ്തു. പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താമെന്ന് കരാറുകാരൻ അന്ന് ഉറപ്പു നൽകിയതാണ്. എന്നാൽ ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ഇതോടെ കടുത്ത കുടിവെള്ള പ്രതിസന്ധിയിലൂടെയാണ് മേഖലയിലെ ആളുകൾ കടന്നു പോകുന്നത്. വേനൽ കനക്കുന്നതോടെ വനംവകുപ്പ് നടത്തുന്ന കൺട്രോൾ ബേണിംഗിനെതിരെ വിമർശനവുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്ത്. കാട്ടുതീ തടയാനെന്ന പേരിൽ നടത്തുന്ന കൺട്രോൾ ബേണിംഗ് അശാസ്ത്രീയമാണെന്നാണ് ഗ്രീൻ കെയർ കേരളയുടെ ആക്ഷേപം. പുല്ലും കരികിലകളും മറ്റും നിറഞ്ഞ ഭാഗത്ത് നടത്തുന്ന കൺട്രോൾ ബേണിംഗ് പലപ്പോഴും ആ ഭാഗത്തെ സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്നുവെന്നും പരിസ്ഥിതി സംഘടന ആരോപിക്കുന്നു. വേനൽ കനക്കുന്നതോടെ ജനവാസ മേഖലകളിലും വനമേഖലകളിലും തീ പടരാറുണ്ട്. ആളുകളുടെ അശ്രദ്ധമായ ഇടപെടൽ കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിൽ കാട്ടുതീ പടർന്നു പിടിക്കാറ്. വേനൽക്കാലങ്ങളിൽ വനംവകുപ്പ് നടത്തുന്ന കൺട്രോൾ ബേണിംഗിനെതിരെയാണ് ഇപ്പോൾ പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. കാട്ടുതീ തടയാനെന്ന പേരിൽ നടത്തുന്ന കൺട്രോൾ ബേണിംഗ് അശാസ്ത്രീയമാണെന്നും പുൽമേടുകളിൽ നടത്തുന്ന കൺട്രോൾ ബേണിംഗ് പലപ്പോഴും ആ ഭാഗത്തെ സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്നുവെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ പറഞ്ഞു. ആളുകളുടെ കൃഷിയിടത്തിലേക്ക് ഈ തീ പടരുകയും അവരുടെ നിരവധി വിളകൾ നശിച്ചു പോവുകയും ചെയ്യുന്ന റിപ്പോർട്ടുകൾ നിരവധിയാണ് പരാതി ഉയർന്നിട്ടുള്ളത്. അതുപോലെ ഈ കൺട്രോൾ ബേണിംഗ് എന്ന ഈ തീയിടൽ പ്രക്രിയ മൂലം വനത്തിനുള്ളിലെ ഉരകജീവികൾ, പാമ്പ്, അതുപോലെ കരയാമ, പക്ഷികളുടെ മുട്ടയടക്കം പക്ഷികളും അനേകം പക്ഷികളും അപൂർവ ഇനം സ്പീഷീസുകളും ഇതിനോടൊപ്പം ബന്ധുബെണ്ടികളാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ കൺട്രോൾ ബേണിംഗ് എന്ന സിസ്റ്റം കാലഹരണപ്പെട്ടതും അശാസ്ത്രീയവുമാണ്. ഇതിനെതിരെ നിരവധി തവണ പരാതിയും റിപ്പോർട്ടും കൊടുത്തിട്ടും ഇപ്പോഴും ഇവർ നിർബാധത തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉന്നത അധികാരികൾ, സർക്കാർ ഇതിൽ ഇടപെട്ട് ഈ കൺട്രോൾ ബേണിംഗ് സിസ്റ്റം, അശാസ്ത്രീയമായ സിസ്റ്റം നിർത്തിവെപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പുൽമേടുകളുടെയും മറ്റും സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്ന കൺട്രോൾ ബേണിംഗ് രീതി ഒഴിവാക്കണമെന്നും വന്യജീവികൾ ജനവാസ മേഖലകളിൽ ഇറങ്ങി വരുത്തുന്ന നാശനഷ്ടങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കണമെന്നും നഷ്ടപരിഹാരത്തുക കാലതാമസമില്ലാതെ നൽകാൻ വനംവകുപ്പ് ഇടപെടൽ നടത്തണമെന്നും ഗ്രീൻ കെയർ കേരള ആവശ്യം ഉന്നയിക്കുന്നു. കട്ടപ്പന സുവർണഗിരിക്ക് സമീപം വീട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. സുവർണഗിരി കാരിപ്പടി വെത്തോമ്പറമ്പിൽ റിനോയ് രാജുവിന്റെ വീട്ടുവളപ്പിലായിരുന്നു 5.5 അടിയോളം നീളമുള്ള മൂർഖൻ താവളമടിച്ചത്. കട്ടപ്പനയിൽ നിന്നും പാമ്പ് പിടുത്ത വിദഗ്ധൻ ഷുക്കൂർ എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. സുവർണഗിരി കാരിപ്പടി വെത്തോമ്പറമ്പിൽ റിനോയ് രാജുവിന്റെ വീട്ടുവളപ്പിലായിരുന്നു 5.5 അടിയോളം നീളമുള്ള മൂർഖൻ താവളമടിച്ചിരുന്നത്. റിനോയിയുടെ ഭാര്യ മീനു വീട്ടുമുറ്റത്ത് നായ്ക്ക് തീറ്റ കൊടുക്കുവാനെത്തിയപ്പോഴാണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. തുടർന്ന് കട്ടപ്പന സ്വദേശിയായ പാമ്പ് പിടുത്ത വിദഗ്ധൻ ഷുക്കൂറിനെ വിവരമറിയിക്കുകയായിരുന്നു. മാളത്തിൽ ഒളിച്ച മൂർഖൻ പാമ്പിനെ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെയാണ് പിടികൂടിയതെന്ന് ഷുക്കൂർ പറഞ്ഞു. വിളിച്ചപ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല അതുണ്ടായിരുന്നത്. ഒരു കൽക്കെട്ടിനകത്താണ്. കൽക്കെട്ട് നമ്മളൊരു സൈഡ് പൊളിക്കും തോറും പാമ്പിൻ്റെ ഒരു സ്വഭാവം വെച്ച് പൊളിക്കുന്നതനുസരിച്ച് അകത്തോട്ട് കയറിപ്പോകും. കരിങ്കല്ലിൻ്റെ കെട്ടായതുകൊണ്ട് നമുക്കൊരു കാരണവശാലും മാനുവലായിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റത്തില്ല. നമ്മളൊരു സൈഡ് പൊളിക്കുമ്പം കല്ലുകെട്ടുകളുടെ ഇടയിൽ വിടവുള്ളതുകൊണ്ട് പാമ്പുകൾ അങ്ങോട്ട് നീങ്ങിപ്പോവുകയും മൊത്തം കല്ലുകെട്ടുകൾ പൊളിക്കേണ്ട ഒരു സാഹചര്യം വരും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു, നമുക്കൊരു JCB വിളിക്കുവാണെങ്കിൽ ആ പാമ്പിനെ കണ്ട ഭാഗത്ത് 1-2 കുത്തിനകത്ത് നമുക്കത് പൊളിച്ച്
പാമ്പിനെ ഈസിയായിട്ട് പിടിക്കാൻ പറ്റും. പയ്യെ നമ്മൾ പറയുന്ന രീതിയിലൊക്കെ JCB എടുക്കുന്നെങ്കിൽ പാമ്പിന് ജീവഹാനി സംഭവിക്കാതെ നമുക്ക് എടുക്കാൻ സാധിക്കുമെന്നും പറഞ്ഞിരുന്നു. അദ്ദേഹം അതനുസരിച്ചു. അദ്ദേഹം ഒരു JCB വിളിച്ചു. പെട്ടെന്ന് തന്നെ JCB വന്നു. നമുക്ക് വളരെ എളുപ്പത്തിൽ പാമ്പിനെ പിടിക്കാൻ സാധിച്ചു. ഇത് നമ്മുടെ സാധാരണ കണ്ടുവരുന്ന ഹൈ റേഞ്ചിൽ കണ്ടുവരുന്ന സ്പെറ്റിക്കൽഡ് കോബ്ര എന്ന ഇനത്തിൽപ്പെട്ടതാണ്. നാട്ടിൽ അതിനെ പൊതുവെ പിന്നെ പുല്ലാനി മൂർഖൻ എന്ന് പറയും. നമ്മുടെ ആൾക്കാരിങ്ങനെ പറച്ചിൽ അതിൻ്റെ പേരങ്ങനെയാണ്. നാജ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് സാമാന്യം വലിയൊരു മൂർഖനായിരുന്നു. 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പാമ്പിനെ പിടികൂടാനായതെന്ന് വീട്ടുകാർ പറഞ്ഞു. കൽക്കെട്ടിൻ്റെ ഇടയിലായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയും പിടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ് ഞാൻ ഈ മൂർഖൻ പാമ്പിനെ കാണുന്നത്. എന്ന് വെച്ചാൽ ചേര അങ്ങനെയുള്ള മറ്റുള്ള പാമ്പുകൾ ഒക്കെ കാട്ടുപാമ്പിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും മൂർഖൻ പാമ്പിനെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ പിള്ളേരൊക്കെ ഉള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് എങ്ങനെ എന്ത് വില കൊടുത്തും പിടിക്കാന്നുള്ള സാഹചര്യം വന്നു. ഷുക്കൂറിയേട്ടൻ പറഞ്ഞു, ഷുക്കൂറിയേട്ടൻ കൽക്കെട്ടിനാണെങ്കിൽ പൊളിക്കേണ്ട സാഹചര്യമുണ്ട്, JCB വിളിച്ചോളാൻ പറഞ്ഞു. ഞാൻ അതേ സാഹചര്യം JCB വിളിച്ചു. എന്താണെങ്കിലും വിളിച്ച് അതിസാഹസികമായിട്ട് തന്നെ ഷുക്കൂറിയേട്ടൻ ഇപ്പം അതിനെ പിടിച്ചിട്ടുണ്ട്. പിടികൂടിയ മൂർഖൻ പാമ്പിനെ പിന്നീട് കാഞ്ചിയാർ ഫോറസ്റ്റ് ഓഫീസിൽ എത്തിച്ചു. പാമ്പിനെ പിടികൂടുന്നത് കാണാൻ നിരവധി ആളുകളും സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. മാർച്ച് 31 മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് തല പ്രഖ്യാപനം നടത്തുന്നതിനായി കാഞ്ചിയാർ പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സ്കൂൾ, കോളേജ്, പഞ്ചായത്ത് അധികൃതർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്തുകൾ തോറും വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് തല പ്രഖ്യാപനം നടത്തുന്നതിനായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നത്. മാർച്ച് 15 കാഞ്ചിയാർ പഞ്ചായത്തിലെ 16 വാർഡുകളിലും ശുചീകരണ പരിപാടികൾ നടത്തും. 25-ാം തീയതിയോടുകൂടി കാഞ്ചിയാർ പഞ്ചായത്ത് ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിക്കും. 15-ാം തീയതി വാർഡ് തലങ്ങളിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ 16 വാർഡിലും വാർഡ് തല ക്ലീനിങ് നടത്തുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 25-ാം തീയതിയോടുകൂടി നമ്മുടെ പഞ്ചായത്ത് ഹരിത പഞ്ചായത്തായിട്ട്, വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്നതിനുള്ള തീരുമാനം ഇന്നത്തെ മീറ്റിങ്ങിൽ നടത്തുകയുണ്ടായി. എല്ലാ ജനങ്ങളും, എല്ലാ നാനാതുറകളിൽ നിന്നുള്ള സംഘടനകളും അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികളും വിവിധ സംഘടനാ പ്രവർത്തകരുമെല്ലാം സജീവമായി പങ്കെടുത്തുകൊള്ളാമെന്നുള്ള അറിയിപ്പ് അല്ലെങ്കിൽ തീരുമാനം നമ്മുടെ ഈ യോഗത്തിൽ ഇന്ന് നടത്തുകയുണ്ടായി. വാർഡുകൾക്ക് പുറമെ പൊതുസ്ഥലങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവ ശുചിയാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. സർവകക്ഷി യോഗത്തിൽ പഞ്ചായത്ത് അധികൃതർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സംഘടനാ പ്രവർത്തകർ, പഞ്ചായത്തിൽ ഉൾപ്പെട്ട സ്കൂൾ, കോളേജ് അധികൃതർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വഴിയോരത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവരെ പിടികൂടാൻ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്യാമറകൾ സ്ഥാപിച്ചു തുടങ്ങി. ദേശീയപാതയോരത്തെ വിവിധ പ്രദേശങ്ങളിലായി 6ഓളം ക്യാമറകളാണ് സ്ഥാപിക്കുന്നത്. മാർച്ച് 30 സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുകയാണ്. ഇതിനു മുന്നോടിയായി വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ ഉൾപ്പെടെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യ നിക്ഷേപം തടയുക എന്ന ലക്ഷ്യത്തോടെ ക്യാമറകൾ സ്ഥാപിക്കുന്നത്. ദേശീയപാത കടന്നുപോകുന്ന വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശത്ത് ചാക്കുകളിൽ കെട്ടി മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നത്. ഇങ്ങനെ അനധികൃതമായി മാലിന്യം നിക്ഷേപിക്കുന്നവരിൽ നിന്നും 10,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാനാണ് തീരുമാനം. ദേശീയപാതയോരത്തെ വിവിധ പ്രദേശങ്ങളിലായി 6ഓളം ക്യാമറകളാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കുക. കട്ടപ്പനയിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കായി ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജീവിതശൈലി രോഗങ്ങൾ, വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇരട്ടയാർ ചെമ്പകപ്പാറ സർക്കാർ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ക്ലിന്റ് ജോസ് ക്ലാസ് നയിച്ചു. ഉപ്പുതറ ബ്ലോക്കിന് കീഴിൽ വരുന്ന 9 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെയും ഉപകേന്ദ്രങ്ങളിലെയും ജീവനക്കാർക്കായിട്ടാണ് ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജീവിതശൈലി രോഗങ്ങൾ, വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ ക്ലാസ് നടന്നത്. ഇരട്ടയാർ ചെമ്പകപ്പാറ സർക്കാർ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ക്ലിന്റ് ജോസ് ക്ലാസ് നയിച്ചു. ഉറക്കമില്ലെന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് വരുന്നുണ്ട്. ഞങ്ങൾ 2 കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്. ഡിപ്രഷൻ ആയിരിക്കാൻ സാധ്യത കൂടുതലെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഏർലി മോർണിംഗ് എണീക്കും. സ്ലീപ്പ് ഓൺസെറ്റ് ഇൻസോംനിയ എന്ന് പറയും. ഉറക്കം കിട്ടാനും പാടായിരിക്കും. നൈറ്റ് ടൈം പല പ്രാവശ്യം എണീക്കുക എന്ന് പറഞ്ഞാൽ അത് അതെന്തോ. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ, മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡർമാർ എന്നിവർക്കായാണ് ക്ലാസ് നടത്തിയത്. കട്ടപ്പനയിലുള്ള ഇടുക്കി ജില്ലാ ഹെൽത്ത് സർവീസ് സ്റ്റാഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിലാണ് ക്ലാസ് നടന്നത്.
ഹെൽത്ത് സൂപ്പർവൈസർ കെ ടി ആന്റണി, ലേഡി ഹെൽത്ത് സൂപ്പർവൈസർ ടെസി ജോർജ്, PRO അരുൺ VC, കട്ടപ്പന താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ ദിലീപ് PK തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. 6 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നത്. വേനൽ ശക്തമായതോടെ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഈ സാഹചര്യത്തിലാണ് കളക്ടറുടെ പ്രത്യേക ഉത്തരവിനെ തുടർന്ന് പഞ്ചായത്തിലെ ഓരോ വാർഡുകളിലും ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നത്. ഇതിനായി 6 ലക്ഷം രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. GPS സംവിധാനമുള്ള ടാങ്കറുകൾ ടെൻഡറിലെടുത്ത് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ നടപ്പിലാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പറഞ്ഞു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വരൾച്ചയുടെ ഭാഗമായിട്ട് ഇപ്പോൾ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം കളക്ടറിന്റെ ഉത്തരവ് വരികയും എല്ലാ വാർഡുകളിലും കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന എല്ലാ വാർഡുകളിലും കുടിവെള്ളം എത്തിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ട് ഓൺ ഫണ്ടിൽ നിന്നും 6 ലക്ഷം രൂപ വിനിയോഗിക്കുന്നതിനുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതി കമ്മിറ്റി കൂടുകയും അടുത്ത ദിവസം തന്നെ GPS ഘടിപ്പിച്ച വാഹനം ടെൻഡർ വിളിച്ചുകൊണ്ട് വെള്ളത്തിന്റെ പരിശോധനയൊക്കെ നടത്തിയതിനു ശേഷം എല്ലാ കുടിവെള്ളം വേണ്ട വാർഡുകളിൽ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതോടെ കുടിവെള്ളക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഭരണസമിതി. കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ അധ്യാപക രക്ഷകർത്തൃ സംഘടനയുടെ നേതൃത്വത്തിൽ മെറിറ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കട്ടപ്പന DYSP VA നിഷാദ് മുൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോളേജിലെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും അധ്യാപകരുമടക്കം നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന DYSP VA നിഷാദ് മോൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പുറത്ത് ഒരു ജോലിക്ക് പോകണമെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ആ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പോലീസാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ അകപ്പെട്ടു പോയാൽ അത് ഇന്ത്യയിൽ എവിടെയാണെങ്കിൽ പോലും എവിടെയെങ്കിലും നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് അറിയാൻ പറ്റും. നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഒരു PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ഈ അവസരത്തിൽ അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നമ്മൾ എന്ത് ലക്ഷ്യത്തോടെയാണോ നമ്മൾ ഈ കോളേജിൽ വരുന്നത് അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക എന്ന് മാത്രം. കോളേജിൽ പല സ്ഥലത്തു നിന്നും പല സാഹചര്യങ്ങളിൽ വരുന്ന കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. നിങ്ങൾ ആ കോളേജിൻ്റെ അറ്റ്മോസ്ഫിയറിനനുസരിച്ച് ജീവിച്ച് ഇവിടുന്ന് പുറത്തു പോവുക, നല്ലൊരു കലാലയ അന്തരീക്ഷം സൃഷ്ടിക്കുക. പുറത്തു പോകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വിജയമുണ്ടാവും. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ V ഖണ്ണൻ അധ്യക്ഷനായിരുന്നു. മെറിറ്റ് ഫെസ്റ്റിനോടനുബന്ധിച്ച പഠനത്തിലും കായിക രംഗത്തും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പരിപാടികൾക്ക് PTA വൈസ് പ്രസിഡന്റ് KC ബിജു, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റൂസിയ ലോഷ്യസ്, യൂണിയൻ ചെയർമാൻ വാഹിൻ സത്യൻ, PTA സെക്രട്ടറി ഡോക്ടർ അരുൺകുമാർ TA, അനൂപ് J ആലക്കാപ്പള്ളി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വണ്ണപ്പുറം രാമക്കൽമേട് ഹൈവേയുടെ ഭാഗമായുള്ള തൂക്കുപാലത്തി ഓട നിർമ്മാണം മന്ദഗതിയിലെന്ന് പരാതി. ഇതുമൂലം വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ പ്രതിസന്ധിയിലാണ്. രാമക്കൽമേട് വണ്ണപ്പുറം ഹൈവേയുടെ ഭാഗമായുള്ള റോഡ് നിർമ്മാണം തൂക്കുപാലം ടൗണിൽ ആരംഭിച്ചിട്ട് 1 വർഷക്കാലമായി. ഇതിന്റെ ഭാഗമായി റോഡിന്റെ ഇരുവശങ്ങളിലും 2.5 അടി താഴ്ചയോളം വരുന്ന ഓടകളാണ് നിർമ്മിക്കുന്നത്. എന്നാൽ പല ഭാഗങ്ങളിലും ഓട നിർമ്മാണം മന്ദഗതിയിലാണെന്നാണ് പരാതി. ഇതുമൂലം വ്യാപാരികളും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവരും വലിയ പ്രതിസന്ധി നേരിടുന്നു. കൂടാതെ തൂക്കുപാലം ജുമാ മസ്ജിദിലേക്ക് എത്തുന്ന വിശ്വാസികളും പ്രതിസന്ധിയിലാണ്. ഓടകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. കാഞ്ചിയാർ നരീൻപാറ ശബരിഗിരി ശ്രീ അയ്യപ്പ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിൽ നാലമ്പല നിർമ്മാണത്തിന്റെ ഭാഗമായി കട്ടളവയ്പ് ചടങ്ങ് നടന്നു. മേൽശാന്തി വിഷ്ണു തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നാട്ടിലെ സജ്ജനങ്ങളായ ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹകരണത്തോടെയാണ് ക്ഷേത്രത്തിന്റെ നാലമ്പല നിർമ്മാണം പൂർത്തിയായി വരുന്നത്. നിർമ്മാണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ കട്ടളവയ്പ് ചടങ്ങ് നടന്നു. ക്ഷേത്രം തന്ത്രി അഴകത്തുമന ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം സ്ഥാപതി കുഴിക്കാട്ടിലെത്ത ബ്രഹ്മശ്രീ അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെയും അനുഗ്രഹ ആശിസ്സുകളോടെയാണ് മേൽശാന്തി വിഷ്ണു തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം ശില്പി ഗോപി ആചാരി, കട്ടിള ശില്പി സന്തോഷ് ആചാരി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. ശബരിഗിരി ശ്രീ അയ്യപ്പ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന്റെ കട്ടളവയ്പ് കർമ്മമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. വരുന്ന 1 വർഷക്കാലത്തിനുള്ളിൽ തന്നെ ചുറ്റമ്പലത്തിന്റെ പണി പൂർത്തീകരിച്ച് ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന്റെ ചടങ്ങാണ് ഇപ്പോൾ നടന്നത്. അതിന്റെ ചുറ്റമ്പലത്തിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് 2 വർഷക്കാലമായി. അടുത്ത ഉത്സവത്തോടു കൂടി തന്നെ അതിന്റെ പണി പൂർത്തീകരിക്കും. അതേപോലെ ക്ഷേത്രത്തിന്റെ പ്രത്യേകത 18 വളവോടുകൂടിയ
18 പടിയാണ് ശബരിമല എന്ന് പറഞ്ഞതുപോലെ തന്നെ 18 വളവോട് കൂടിയാണ് ഈ ക്ഷേത്രത്തിന്റെ മുകളിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ആ ഒരു മഹാസങ്കല്പത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും ഈ ഹൈറേഞ്ചിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്ത്രീകൾ, അയ്യപ്പനും മഹാവിഷ്ണുവാണ് പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. ഉപദേവതയായിട്ട് ദേവിയുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. ഇവിടെ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി, അതേപോലെ തന്നെ മണ്ഡലകാലം, പിന്നെ ഉത്സവം ഈ മാസമാണ്. ഉത്സവം ഈ വരുന്ന ഏപ്രിൽ മാസം 29, 30, 1 തീയതികളിലാണ് നമ്മുടെ ശബരിഗിരി അയ്യപ്പ മഹാവിഷ്ണു ദേവീക്ഷേത്രത്തിന്റെ മഹാ ഉത്സവം നടക്കുന്നത്. 2 ഘോഷയാത്രകൾ കൂടിയാണ് ഇവിടുത്തെ ഉത്സവം മെയിനായിട്ട് കൊണ്ടാടുന്നത്. ഒന്ന് കിഴക്കും ഭാഗത്തിന്റെ ഘോഷയാത്രയും ഒന്ന് നെരിയമ്പാറക്കരയുടെ ഘോഷയാത്രയും ഒരുമിച്ച് സംഗമിച്ച് നമ്മുടെ ഘോഷയാത്രത്തിൽ നിന്നാണ് ശബരിമല ഈ ക്ഷേത്രത്തിന്റെ മഹാക്ഷേത്രത്തിന്റെ ഇവിടെ എത്തിച്ചേരുന്നത്. 1 വർഷത്തിനുള്ളിൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഭരണസമിതിയുടെ പ്രതീക്ഷ. ചടങ്ങിൽ ക്ഷേത്രം നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ജെ ജയകുമാർ, കൺവീനർ കെ പത്മകുമാർ, പ്രസിഡന്റ് ഹരികുമാർ ഡി പിള്ള, സെക്രട്ടറി മധുക്കുട്ടൻ നായർ, ട്രഷറർ ബാലു ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. കാഞ്ചിയാർ സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിൽ പുതിയ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഇടുക്കി ADM ഷൈജു പി ജേക്കബ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വരാജ് സയൻ പബ്ലിക് സ്കൂൾ അധികൃതരുടെ സ്വപ്നമായിരുന്നു കുട്ടികൾക്ക് കളിക്കുന്നതിനും കായിക പരിശീലനത്തിനുമായി സ്വന്തമായി സ്റ്റേഡിയം എന്നത്. ഇതിന്റെ സാക്ഷാത്കാരമായാണ് സയൻസ് സ്റ്റേഡിയം എന്ന പേരിൽ കായിക മൈതാനം നിർമ്മിച്ചത്. ഇതോടൊപ്പം സമ്മർ ഇൻ സയൻ എന്ന പേരിൽ അവധിക്കാല കായിക പരിശീലന ക്യാമ്പിനും തുടക്കമായി. ഇടുക്കി ADM ഷൈജു പി ജേക്കബ് സ്റ്റേഡിയത്തിന്റെയും പരിശീലന ക്യാമ്പിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മിഷണറിമാരാണ് ഈ കോൺഗ്രിഗേഷനാൽ ഉണ്ടായിരിക്കുന്ന ഈ ചർച്ച. ഇവിടെ അച്ഛന്മാരും കന്യാസ്ത്രീകളുണ്ട്. ഇവരെയൊക്കെ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു. കാരണം ഇവരൊക്കെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി, മറ്റുള്ളവരെ വളർത്താൻ വേണ്ടി, സമൂഹത്തിൽ സേവനം ചെയ്യാൻ വേണ്ടി അവരുടെ ലൈഫ് തന്നെ വിനിയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെയൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ റെസ്പെക്ട് ചെയ്യണം. കാരണം അവർക്കൊക്കെ നിങ്ങൾ അവർ പറയുന്നത് കേൾക്കണം. നിങ്ങളെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകളെല്ലാം യാഥാർത്ഥ്യമാകത്തക്ക രീതിയിൽ വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ. നമ്മളിപ്പോ പത്രമാധ്യമങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ, ലഹരിയുടെ അഡിക്ഷനൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വളർന്നു വരുന്ന സമയങ്ങളിൽ മറ്റുള്ള ആൾക്കാരെല്ലാം നിങ്ങളെ സ്വാധീനിക്കാനായിട്ട് നിങ്ങളുടെ അടുത്ത് വരും. ആ സ്വാധീനത്തിനൊന്നും വഴങ്ങാതെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളുടെയും നിങ്ങളുടെ ടീച്ചേഴ്സിന്റെയും നിങ്ങളുടെ ഈ മിഷണറിമാരുടെയും ഈ അച്ഛന്മാരുടെയും മാനേജ്മെന്റിന്റെയും ആഗ്രഹത്തിനൊത്ത് വളരുവാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. പരിപാടിയിൽ സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ഇമ്മാനുവേൽ കിഴക്കേത്തലയ്ക്കൽ, കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുഷമ ശശി, റോയി എവറസ്റ്റ്, PTA പ്രസിഡന്റ് ആലീസ് ബേബി, സ്പോർട്സ് കൗൺസിൽ അംഗങ്ങളായ ഷൈജു പി ചെറിയാൻ, സ്വരാജ് സെന്റ് പോൾസ് ഇടവക വികാരി ഫാദർ കുര്യാക്കോസ്, സയൻ ആശ്രമം സുപ്പീരിയർ ഫാദർ സാബു മണ്ണട, ഷൈൻ സ്റ്റാർ അക്കാദമി ഡയറക്ടർ വിനോസൻ ജേക്കബ്, സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ റോണി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചിയാർ തോപ്പിപ്പാട SN സ്കൂളിൽ രക്ഷകർതൃ സമ്മേളനവും വാർഷിക പൊതുയോഗവും നടന്നു. കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ KS ബിജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവരുടെ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ്. നമുക്കറിയാം, സ്കൂളുകളിൽ ഒരു കാലയളവിലെ സ്ഥിതിയുണ്ടായിരുന്നു. അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന സ്ഥാപനമാണ്. അതിനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി അതിലേക്ക് എത്താൻ കഴിയുന്ന ഒരു മാനേജ്മെന്റാണ്. പ്രിൻസിപ്പൽ ആന്റണി AV, സീനിയർ അസിസ്റ്റന്റ് അമ്പിളി സന്തോഷ്, PTA പ്രസിഡന്റ് നോബിൾ സെബാസ്റ്റ്യൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ദിവ്യ ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. നിർമ്മാണം പാതി പൂർത്തിയായപ്പോഴേ ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടപാതയായി മാറിക്കഴിഞ്ഞു മലയോര ഹൈവേ. പാതയുടെ ഇരുവശത്തുമായി നോക്കെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും കുന്നും മലകളും പച്ചപ്പും ഉൾപ്പെടെയുള്ള പ്രകൃതി മനോഹാരിത ഏവരുടെയും മനം നിറയ്ക്കും.
കുട്ടിക്കാലത്ത് നിന്ന് ആരംഭിക്കുന്ന മലയോര ഹൈവേയിൽ ഏലപ്പാറ, ചപ്പാത്ത് എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന ആദ്യ 2 റീച്ചുകൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള ദൃശ്യങ്ങൾക്കൊപ്പം പ്രകൃതി ഒരുക്കിയ മനോഹര കാഴ്ചകളുടെ കലവറയാണ് പാതയുടെ ഇരുവശങ്ങളും. കാഴ്ചക്കാർക്കായുള്ള പവലിയനും ഇടയ്ക്കിടെ സെൽഫി പോയിന്റുമൊക്കെയുള്ളതിനാൽ മണിക്കൂറുകൾ ചിലവഴിച്ച ശേഷമാണ് സഞ്ചാരികൾ ഇവിടെ നിന്നും മടങ്ങാറ്. கேரளாவுக்கு ஒரு 3 days ட்ரிப் வந்திருக்கோம். ஒர்க்கெல்லாம் முடிச்சுட்டு இப்போ ஸ்ட்ரைட்டாக இங்கே வரோம். இப்போது வேகமான் போகிறோம். நாங்கள் இங்கே இன்னும் நாங்கள் ஸ்டே பண்ணவே இல்லை. அதுக்குள்ளேயே நல்லா இருக்குது பார்க்குறதுக்கு. இன்னும் 2 நாளைக்கு நாங்கள் என்ன பார்க்க போகிறோன்னு எக்ஸைட்டடாக இருக்கும். நல்லா இருக்குது, கிளைமேட் நல்லா குளுன்னு இருக்குது. அப்புறம் சன்செட் அழகாக அப்படியே செட் ஆகுது. പാർക്കിംഗ് ഏരിയയും വിശ്രമ കേന്ദ്രങ്ങളും വഴിയോര ഇരിപ്പിടങ്ങളും ഉൾപ്പെടെയുള്ളവ പാതയോരത്ത് വിഭാവനം ചെയ്തിരുന്നു. ഇവിടെ നല്ല രീതിക്ക് വിദേശ വിനോദസഞ്ചാരികളെ വരെ ആകർഷിക്കത്ത രീതിയിലുള്ള വ്യൂ പോയിന്റാണ് അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഏലപ്പാറ തൊട്ട് ചപ്പാത്ത് വരെയും ഈ അരുവികളും മലകളും കുന്നുകളും താഴ്വാരങ്ങളുമായി അതിമനോഹരമായ ഒരു പ്രദേശമാണ്. ഈ കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള പ്രദേശം ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത് വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ആകർഷിക്കുവാനും കൂടുതൽ അവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ ടൂറിസം വകുപ്പ് തയ്യാറാകണമെന്നും ഈ പ്രദേശം വിനോദസഞ്ചാരികൾ വിദേശ ടൂറിസ്റ്റ് ഉൾപ്പെടെയുള്ളവരെ ആകർഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഇടുക്കിയിലെ മികച്ച ടൂറിസം കേന്ദ്രമാക്കി മലയോര ഹൈവേയെ മാറ്റാനാകുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. നിക്കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സുഗന്ധഗിരി സ്പൈസസ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ട്രേഡേഴ്സിലേക്ക് ലേല വിവരം. ആകെ ലോട്ട് 191. വിൽപ്പനയ്ക്ക് വന്നത് 49,867. വിൽപ്പന നടന്നത് 48,546. കൂടിയ വില 3,206. ശരാശരി വില 2,667. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 680 രൂപ. ഏലം കൂടിയ വില 2,600. ഏലം ശരാശരി വില 2,400. കാപ്പിപ്പരിപ്പ് 450. ഗ്രാമ്പു 850. കൊക്കോ 160. റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,230 രൂപ. വെള്ളി 112. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഫോക്കസ് ബ്ലോക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ക്ഷീര കർഷക അവാർഡ് വിതരണവും തൊടുപുഴയിൽ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. സംസ്ഥാനത്തെ ക്ഷീരകർഷകർക്ക് സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കാൻ കേരള ബാങ്കുമായി ചേർന്ന് വായ്പ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി. പരുന്തുംപാറയിലെ അനധികൃത കയ്യേറ്റ ഭൂമിയിൽ BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് സന്ദർശനം നടത്തി. പരുന്തുംപാറയിലെ അനധികൃത കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിക്കണമെന്ന് VC വർഗീസ്. മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള കയ്യേറ്റത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യം. 2 കിലോയിലധികം കഞ്ചാവുമായി 19കാരൻ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘത്തിന്റെ പിടിയിലായത് രാജാക്കാട് സ്വദേശി അഭിനന്ദ്. യുവാവിന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്തത് 2 കിലോ 50 ഗ്രാം കഞ്ചാവ്. ഭിന്നശേഷി കുട്ടികൾക്കായി അടിമാലിയിൽ പണി കഴിപ്പിച്ച ഓട്ടിസം സെന്ററിന്റെ പുതിയ കെട്ടിടം തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്ന ആവശ്യം ശക്തം.
പുതിയ കെട്ടിടം നിർമ്മിച്ചത് അടിമാലി VRCക്ക് കീഴിലുള്ള ഓട്ടിസം സെന്ററിന്റെ ഭാഗമായി. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും വയറിംഗ് ജോലികളടക്കം പൂർത്തീകരിച്ച് കെട്ടിടം തുറന്ന് പ്രവർത്തിപ്പിക്കുന്നത് വൈകുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.